എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്തപ്പോൾ കേൾക്കുന്നില്ല എന്നാരോ കമന്റ് ഇട്ടപ്പോൾ ഞാനത് കട്ട് ചെയ്തതാ, റിമൂവ് ചെയ്തതാ. ഓക്കെ, ഞാനിപ്പം കൂടുതലായിട്ടൊന്നും പറയാൻ വന്നതല്ല. ഞാനൊരു ഊളന്റെ ഒരു ചർച്ച കേൾക്കാനിടയായി. അതായത് മലം ചാനലിൽ കയറി ഇരുന്നിട്ട് ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവദൂതനെ പോലെ ഭൂമിയിലേക്ക് പറന്നിറങ്ങിയ ഒരു നാണം കെട്ട വൃത്തികെട്ട ഒരു കഴുത ഉണ്ടല്ലോ. അവന്റെ മെയിൻ എന്ന് പറയുന്നത് ഈ മുസ്ലിം വിരോധം തലക്ക് പിടിച്ചിട്ട് മാനസിക രോഗിയായിട്ടാണ് അവൻ ഇപ്പം ഓൾറെഡി ഉള്ളത്. പക്ഷെ ആ നാണം കെട്ട കഴുതയോട് പറയട്ടെ, നീയല്ല, നിന്നാക്കാളും അപ്പുറത്തോലും മുസ്ലിം വിരോധം വെച്ച് നടന്നാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെ മുസ്ലിങ്ങൾക്ക് ഒരു പൂടേ സംഭവിക്കത്തില്ല. നിന്നെ കൊണ്ടൊന്നും ഒരു പൂടേം ചെയ്യാനും പറ്റത്തില്ല. അത് വിഷയം വേറെ. പക്ഷെ നീ സ്വന്തം വിശ്വസിക്കുന്ന എന്താ പറയണ്ടേ, ആ സമുദായത്തിൽ നിന്നുകൊണ്ട് യൂദാസിന്റെ പണി ഈ എടുക്കറ്. മനസ്സിലായ? മുസ്ലിം വിരോധം നീ പറഞ്ഞു, അത് തർക്കം ഞങ്ങൾ പറയുന്നില്ല. നീ എന്ത് കുളച്ചിട്ട് എഴുതിക്കോ. ഞങ്ങൾ ഈ മലം വേസ്റ്റ് തള്ളുന്നില്ലേ, ആ തരത്തില് നിന്നെയൊക്കെ കാണും. അതാ തന്നെ. പക്ഷെ സ്വന്തം സമുദായത്തിൽപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് അവിടെ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ സംഘപരിവാറിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഉളുപ്പും ഒരു നാണവും ഇല്ലാത്ത മലം ചാനൽ ചർച്ചയിൽ വന്നിട്ട് എന്തൊക്കെയോ വിഡിത്താ നീ പുലമ്പിയത് അല്ലേ? നീ എന്താ ചോദിക്കുന്നത്? എന്തിനാ കന്യാസ്ത്രീകൾ അവിടുത്തെ ഛത്തീസ്ഗഡിലേക്ക് പോയതിന്റെ ചോദ്യം അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പ്രേക്ഷകരെ കേൾപ്പിച്ചുകൊണ്ട് മറുപടി പറയാൻ സാഹചര്യം എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ എന്തിനാ പോയെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം ആ മാധ്യമത്തിൽ നീ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന അവര് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ കേരളത്തിലുള്ള മാലോകരി അതിന് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിന്റെ അമ്മക്ക്, നിന്റെ തള്ളക്ക് വായു ഗുളിക വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് പാവം പിടിച്ച കന്യാസ്ത്രീകൾ അവിടെ പോയത് എന്ന് ആരെങ്കിലും മറുപടി എഴുതിയോ പറയുകയോ ചെയ്ത് അവരെ കുറ്റം പറയാൻ കഴിയത്തില്ല. ഒന്ന് ചോദ്യം നീ അങ്ങനെയാ വെച്ചേ. പിന്നെ രണ്ടാമത് നീ നിന്റെ ഊളത്തരം എന്താ പറഞ്ഞു വെക്കുന്നത്? മതനിരോധന നിയമമുള്ള ഒരു രാജ്യത്ത് അവിടെ പോയിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകേണ്ട എന്തൊരു അവസ്ഥ, ഒരു കാര്യമാണ് അവർക്കുള്ളത് എന്നാണ് നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് നീ പുലമ്പുന്നത്. മനസ്സിലാക്കണം, നീ പുലമ്പുന്നത്. അപ്പൊ നിന്നോട് പറഞ്ഞു അവിടെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ആ സിസ്റ്റർ മത കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവിടെ മതം മാറ്റിയിട്ടാണ് അവരെ കൊണ്ട് അവിടെ പോകുന്നത് നിന്നോട് ആരെങ്കിലും പറഞ്ഞു? അല്ലെങ്കിൽ നീ കണ്ടോ തെറ്റ്? കണ്ടോ? അവര് ഓൾറെഡി ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന രണ്ട് സ്ത്രീകളടക്കം രണ്ട് പെൺകുട്ടികൾ അല്ല സോറി, ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടത് തന്നെയാ. അത് അവര് കൃത്യമായിട്ട് പോലീസുകാരോടും അവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ അങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടോ ഇത് കൊണ്ടുവന്നതൊന്നുമല്ല. ജീവിക്കാൻ ഗതിയില്ലാതെ നിന്റെ വൃത്തികെട്ട ചാണക തെമ്മാടികൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, വില വർധനവും അങ്ങനെയായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തൊഴിൽ തേടി പോകുന്നതാ. മനസ്സിലായ? അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ചുറ്റുപാടും ഉണ്ടാക്കാൻ വേണ്ടി ആണ് പരമചറ്റ ആ രണ്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാ. അല്ലാതെ നിന്റെ കൊണയ്ക്കുന്ന മതം മാറ്റാൻ കൊണ്ടുപോയതല്ല. അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ നീ പറഞ്ഞ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇവരുടെ ഓഫീസിനകത്ത് രക്ഷിതാക്കന്മാർ പോയിട്ട് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് അവിടെ അങ്ങ് ആക്കിയാ പോലെ. പിന്നെ ഇവരെന്തിനാ അങ്ങോട്ട് പോയത്? നിന്റെ തന്ത കൊടുക്കുമോ ആ പാവങ്ങൾക്ക് വണ്ടിക്കൂലി? ഇവർ ഓഫീസിൽ നോക്കിയിട്ടെങ്കിൽ കേരളത്തിലേക്ക് വരാൻ വേണ്ടിട്ട് നിന്റെ തന്ത കൊടുക്കുവോ? അത് നീ കൊടുക്കുവോ? നാറി നീ കൊണ്ട കൊടുക്കുന്ന പിന്നെ. അപ്പൊ അങ്ങനെ പോലും ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരു 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 സ്ഥലത്ത് പോയിട്ട് ആ പാവങ്ങളെയും കൂട്ടി ആ പാവപ്പെട്ട കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയും കൂട്ടി അവർക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പോയ കന്യാസ്ത്രീകളെ കാരണമില്ലാതെ എന്താ പറയേണ്ടത്, അറസ്റ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ പരമചേട്ട വന്നിട്ട് ചാനൽ ചർച്ചയിൽ ഇങ്ങനെ അങ്ങ് പറയും. ചാനലല്ല, ഏതൊരു വൃത്തികെട്ട ഒരു മലം ആരാത് കാണുന്നത്, അതിനകത്ത് ഇരുന്നിട്ട് അങ്ങ് പറയാ എന്നിട്ട് സ്വയം പ്രഖ്യാപിത രാജാവാകുക. എന്നിട്ട് ഇവൻ കുറെ ഉപദേശം അങ്ങ് വെച്ചു കൊടുക്കുക. എടാ ചച്ച, നിന്റെ ഉപദേശമൊന്നും ക്രിസ്ത്യാനി സമൂഹത്തിന് വേണ്ട. നിന്നെ ആരും ഉപദേശിക്കാൻ ആക്കിയിട്ടുമില്ല. മനസ്സിലായ? നീ സംഘപരിവാറിന്റെ അച്ചാരവും വാങ്ങി അവരെ ഞാൻ പറയുന്നില്ല, ആസനം നക്കി തുടക്കാൻ വേണ്ടി നിന്നെ മുന്നിൽ നിർത്തി. അപ്പൊ നിന്റെ വാക്ക് കേട്ടിട്ട് കുറച്ച് ഓളികളും നിന്റെ കൂടെ ഉണ്ടാവാം, കുറച്ച് പേര്, ഒരു 10-15 പേര്. മനസ്സിലായ? അത് ആ വഴിക്ക് അങ്ങോട്ട് പോട്. ഇവിടെ ഇപ്പം ബോധമുള്ള കേരളത്തിലെ ഞാനൊരു വിഭാഗത്തെ പോലെ ബോധമുള്ള എല്ലാവർക്കും കൃത്യമായി ഇപ്പം മനസ്സിലായി. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചില ക്രിസ്ത്യൻ മേധാധ്യക്ഷന്മാർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ നീ മനസ്സിലായിട്ട് അവരെ സ്വത്തും ഇതും സംരക്ഷിക്കാൻ വേണ്ടി ബി.ജെ.പിക്ക് ചെറിയ പിന്തുണ കൊടുത്തോ എന്ന് ആരെങ്കിലും സംശയം പ്രകടിച്ച് അതിനെയും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പം കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്താന്നുള്ള കാര്യങ്ങൾ. കേട്ടാ? നീ ആ തെറ്റ് ചെയ്തതിന് അതിന് പിന്നെ നീ അനുകൂലിക്കണ്ട.
പക്ഷെ ഈ വിടുവായിട്ടം വിളിച്ച് വന്നിട്ട് നീ കണ്ട പോലെ എങ്ങനെ നീ അവരെ കൂടെ ഉള്ള പോലെ മതം മാറ്റാൻ വേണ്ടി ആയിക്കൊള്ളോ അവര് കൂട്ടിപ്പോന്ന് പറയുമ്പോ നീ അവരെ കൂടെ ഉണ്ടേനോടാ ചട്ടെ ഉണ്ടേനോ? അവര് കാര്യങ്ങൾ കൃത്യമായിട്ട് വിത്ത് എവിഡൻസ് അടക്കം അവര് പറഞ്ഞിട്ടുണ്ടല്ലോ പോലീസുകാരോട്. ഇനി പോലീസുകാരാണോ അവർ അറസ്റ്റ് ചെയ്ത് ആദ്യം ചോദ്യം ചെയ്തത്? അല്ലല്ലോ. TTR ആർക്കാ ഇവിടുത്തെ സംഘപരിവാറിന് മെസ്സേജ് കൊടുക്കുക, എന്നിട്ട് ഒരു പക്ഷം ആൾക്കൂട്ടങ്ങൾ 10 മിനിറ്റുള്ളിൽ 19 പേര് വരിക, എന്നിട്ട് അവിടെ നിന്നിട്ട് പരസ്യമായിട്ട് ചോദ്യം ചെയ്യുക. മനസ്സിലായാണോ ചച്ച നിനക്ക്? അതിനെപ്പറ്റിയിട്ടും നീ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അത് തെറ്റാ നീ പറഞ്ഞോ? പറഞ്ഞില്ല. ഇനി നീ പറയും വേണ്ട, നീ പറഞ്ഞാൽ ഇവിടെ മുഴുവൻ സംഭവിക്കത്തുമില്ല. അതാ മലഞ്ചാലിൽ തുപ്പിട്ടങ്ങ് പോകുന്നുള്ളത്. നിന്നെയൊക്കെ ആര് വില വെക്കുന്നു? ആരാ നിന്നെ ഇവിടെ നായിക്കാട്ടത്തിലാക്കാൻ അപ്പുറത്തെ ദുർഗന്ധം വമിക്കുന്ന പോസ്റ്റുകൾ നീ ഇടുന്നില്ലേ? നീ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ നിന്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും. 4 ദിവസം നീ ഭക്ഷണം കഴിക്കാതെ പോയി മയ്യാക്ക് കുളിച്ചിട്ടൊക്കെ വാ. ചാനലൊക്കെ ചർച്ചയിലിരിക്കും. നിന്റെ മോന്ത കണ്ട പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല. മനസ്സിലായ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിനക്ക് മുസ്ലിം സമുദായത്തോട് വിദ്വേഷവും കാര്യങ്ങൾ അത് നീ പ്രചരിപ്പിച്ചോ, വേണ്ടുപോലെ പ്രചരിപ്പിച്ചോ. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ തടുക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ ആ പാവപ്പെട്ട കന്യാസ്ത്രീകളുണ്ടല്ലോ, ആതുര ശുശ്രൂഷ മേഖലയിൽ ആ പാവങ്ങൾ നടത്തുന്ന വലിയൊരു പ്രവർത്തനമുണ്ട്. അത് ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല അവര്. മനസ്സിലായ? അവരെയൊക്കെ ഈ സംഘപരിവാർ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഈ ആ സമുദായത്തിന്റെ ക്രിസ്ത്യൻ കൂച്ച 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 എന്ന് പറഞ്ഞിട്ട് ജൂദാസിന്റെ പണിയെടുക്കല്ല കേട്ടാ. അല്ലെങ്കിൽ പിന്നെ മിണ്ടാണ്ട് അങ്ങോട്ട് നിന്നോ, അനുകൂലിക്കാൻ വേണ്ട പ്രതികൂലിക്കാൻ വേണ്ടി ഈ ഈ ഇതിനകത്ത് ഈ മലഞ്ചാലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വിഷം തുപ്പിയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യണ്ട. മനസ്സിലായ? വന്നിട്ട് അങ്ങ് പറയും അവിടെ എന്തിനാ പോയത്, അവരങ്ങനെ പോവാൻ പാടുണ്ടോ? നിന്നോട് ചോദിച്ചിട്ട് പോടാ. നിന്റെ അന്തക്ക് സ്വീകരണം കിട്ടിയല്ലേ ഇന്ത്യ രാജ്യം മുഴുവൻ അല്ലേ? നിന്നോട് ചോദിക്കാം. നിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് എനിക്ക് കല്യാണ സ്ത്രീകളും മറ്റേ ആരെങ്കിലും ഇങ്ങനെ പിന്നെ രാജ്യത്ത് സന്ദർശിക്കണ്ടെങ്കിൽ കൂസന്റെ കിൻ പീറ്റർ ഇവന്റെ സർട്ടിഫിക്കറ്റ് അടിച്ച് വാങ്ങിക്കാം. മനസ്സിലായ? നിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ നീ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. അപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാക്കും. സഞ്ചരിക്കണ്ടേ ഇപ്പോ ജനങ്ങൾക്ക്? എടാ നാണം കെട്ടവനെ, സംഘപരിവാറിന്റെ മുമ്പിൽ നീ ഒന്നും അവർക്കും ഒന്നുമല്ല, നിനക്കും കിട്ടും ഇത്. നീ ഒന്നുമില്ലെങ്കിൽ നീ ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട പേര്, പക്ഷെ നീ ക്രിസ്ത്യാനിയല്ല. നീ എന്താ പറയുന്നത്, ഈ ബസ് സ്റ്റാൻഡിലൂടെ കുരച്ച് നടക്കുന്ന രാജ്യത്ത് വർഗീയ വിഷം തുപ്പി നടക്കുന്നവനാ നീ എന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. പക്ഷേ നാളുകളിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിന്റെ പേര് നോക്കിയിട്ട് സംഘപരിവാർ നിന്റെ അണ്ണാക്കിൽ അടിച്ചു തരും. നിന്റെ അണ്ണാക്കിൽ അന്നേരം നിനക്ക് വേണ്ടിയിട്ട് ചില സമയം വാദിക്കാനോ നിന്നെ ശുശ്രൂഷിക്കാനോ നിന്നെ എന്തെങ്കിലും സംഭവിക്കുമല്ലോ ഈ സംഖ്യകൾ ചെയ്താൽ അതിന് ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഈ മഠത്തിലുള്ള ഈ കന്യാസ്ത്രീകൾ വേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പോഴും അവര് നീ ഇപ്പം തുപ്പി നടക്കുന്ന ഈ വിഷയം ഒന്നും അവരെ മനസ്സിനകത്തുണ്ടാവത്തില്ല. അവര് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാ. മനസ്സിലായ? അതൊക്കെ നീ ഓർക്കണം. അല്ലാതെ സംഘപരിവാർ നീ ഇപ്പം കുറച്ചങ്ങ് പറഞ്ഞെന്നുള്ളത് എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടായാലും നിന്നെ അങ്ങ് മാറ്റി നിർത്തുന്നു നീ തോന്നിപ്പോയാ പറ്റിപ്പോ. എനിക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടാടാ. നാണം കെട്ടവൻ, ഈ ഇത്ര വൃത്തികെട്ടവൻ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവൻ മുസ്ലിംസിനെ വിദ്വേഷം ഉണ്ടാക്കല. ഇവന് പിന്നെ കമന്റോറി ആയിട്ട് അങ്ങ് ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും. ഇവന്റെ വിചാരം ഇതങ്ങ് പോസ്റ്റ് ഇട്ട് എടുത്ത മുസ്ലിങ്ങൾ വെച്ച് അങ്ങ് ഒലിച്ചു പോയി ഇവന്റെ ധാരണ. നിന്നൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നടാ? ആര് മൈൻഡ് ചെയ്ത്? പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇനിയിപ്പോ നീ കന്യാസ്ത്രീകളെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച് അവര് ആ കുറ്റം ചെയ്ത പ്രതികളെ തരത്തിലേക്ക് നീ വ്യാഖ്യാനിച്ചിട്ട് പോലും ഒരു പക്ഷേ ആ സമുദായം നിനക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. പക്ഷെ ഒറ്റക്കാര്യം ഞാൻ പറയാം, നീ മുസ്ലിങ്ങളെ പറയുമെണ്ണി നീ നടക്കണ്ട. നിന്നെ കൊണ്ട് ഞാൻ ആവർത്തിച്ച് വന്നു, ഒരു പൂടെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഒരു പൂടെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. നീ പേപ്പട്ടി കുരക്കുന്ന പോലെ അവിടെ കുരക്കുക, അല്ലെങ്കിൽ നിന്റെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ അത് എഴുതി അങ്ങ് ഇടുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് ഞങ്ങളൊന്നും ഒരു വിലയും കൽപ്പിക്കില്ല. ഒരു കുട്ടി ഒരു വിലയും കൽപ്പിക്കത്തില്ല. മനസ്സിലായ? ഓനെ തൊട്ട് പറയാ പ്രത്യേക സമുദായത്തിന് വലിയ മാനസിക വശമുണ്ടാണ്. ഞങ്ങൾ ജാതിയും സമുദായം നോക്കിയിട്ടല്ലട ചെറ്റെ ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളും ഇത് പറയുന്നത്. അതായത് മനുഷ്യത്വം മുന്നിലുണ്ട്. അതായത് ഒരു ക്രൈമും ചെയ്യാതെ 2 പാവം പിടിച്ച സ്ത്രീകളെ എന്താ വകുപ്പിട്ടെന്ന് പറയുന്നത് എനിക്ക് നാണം കെട്ടവനെ. മനുഷ്യക്കടത്താ പോലും ഏത് കാലിലടക്കാണോ കടത്തിയത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന് അപ്പുറം ഇപ്പുറം സ്റ്റേറ്റിലേക്ക് ആൾക്ക് പോകാൻ പാടില്ലേ? 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് എന്നിട്ട് രേഖ വേണം പോലെ രേഖ. എന്താ രേഖയുടെ കൈരേഖയുണ്ട്, അറിയാവുക? വേട്ടയാടുന്നതിനൊരു കാതിലുണ്ട്. അധികാരം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പാവങ്ങളെ മേലെ കുതിര കയറിയ എന്ന് എന്തും ചെയ്യാ എന്നുള്ളൊരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അത് വസ്തുതയാ കേട്ടാ.
അത് വസ്തുതയാ. പക്ഷെ അതൊന്നും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തൊന്നുമില്ല. ഇതിനൊക്കെ ഒരു അവധിയും അവസാനവും ഉണ്ട്. എക്കാലവും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. എക്കാലവും മിഷ്യനെ കൂടി ചതിയിലെ കൂടി അധികാരത്തിലേക്ക് അങ്ങ് കടന്നു കയറാ എന്നുള്ള ധാരണയും ആർക്കും വേണ്ട. സത്യം എന്നെങ്കിലും ഒരു നാൾ മറനീക്കി പുറത്തു വരും. കേട്ടാ, അത് മനസ്സിലാക്കിക്കോ. ഇവനൊക്കെ വന്നിട്ട് ഇവനെയൊക്കെ വലിയ ആളാക്കിയൊക്കെ ചർച്ചക്കേലും വിളിക്കലില്ല. അതിനകത്ത് മലത്തിലാണ് മല അങ്ങനെയാണല്ലോ. ഈ വർഗീയ വിഷം തുപ്പുന്ന കുറെ തെമ്മാടികളെ കയറ്റി ഇരുത്തിയിട്ട് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നതിലേക്ക് വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ട് കുറെ എണ്ണത്തിനെ കൊണ്ടുപോയിരുത്തും. കാരിപ്പൂച്ചൈന്, ആർപ്പയ്ക്ക് മറ്റോന്, കാമിത ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറെ വേസ്റ്റുകൾ ഉണ്ടല്ലോ. കേരളം പുറന്തള്ളിയ കുറെ സാമാനങ്ങളാ കൊണ്ടുപോയിരുത്തിയിട്ട് അങ്ങോട്ട് പറയും അവിടെ ഇങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു. ഇവിടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. രാജ്യത്തെ ജനങ്ങളെ പട്ടിണി ആകുന്ന വിഷയങ്ങളുണ്ട്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ വിഷയങ്ങളുണ്ട്. അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവറ്റകൾ ജാതിയും മതവും മതവും ഈ അന്തിച്ചർച്ചയിൽ അങ്ങ് കയറ്റി വെക്കുക. എടാ മതം ചെമ്പിലിട്ട് പുഴുങ്ങി തിന്നുക. എടാ വിശപ്പുമാറുണ്ട് ഇവിടുത്തെ സാധാരണക്കാരിലേക്ക്, അല്ലേ? അപ്പൊ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മയെ പറ്റിയിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത്? അതിന് എവിടെ വിവരവും വിദ്യാഭ്യാസവും ഏതെങ്കിലും ഒരുത്തലുണ്ട് അതിനകത്ത് എന്നാ പറയേണ്ടത്? എന്താ പറയാ, രാജ്യത്തിന്റെ GDP എത്ര വളർച്ചയുണ്ട്, എത്ര താഴ്ചയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് GDP എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം അറിയാത്ത കുറെ വേട്ടാവളിയന്മാരെ കൊണ്ടല്ലേ അതിനകത്ത് ഇരുത്തുക. അതുപോലെ തന്നെ ഒരു ആങ്കർ മതം പറയാൻ മാത്രം. വേറെ എന്തായിട്ട് നിങ്ങൾക്ക് അറിയാം? മക്ക് ഇതിനകത്തെന്ത് ജാതി വന്നത്, എന്ത് മതം വന്നത്? നിരപരാധിയായ 2 ആൾക്കാരെ പിടിച്ചിട്ട് കള്ളക്കേസിൽ കൊടുത്ത് ജാമ്യം പോലും കിട്ടാതെ വകുപ്പ് ചേർത്ത് അകത്തിട്ടിട്ട് എന്നിട്ട് അതിന് ഒട്ടും ഉളുപ്പില്ലാതെ വന്നങ്ങ് ന്യായീകരിച്ച് മെഴുകിയ. ഇവിടെ ആരൊക്കെയോ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പോലും, ഒരു മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട് പോലും. എന്ത് ഊളത്തരാട ചെറ്റ നീയൊക്കെ പറയുന്നത്? കാരണം അവിടെ ആരാ ഭരിക്കുന്നു? BJP. ആരാ അറസ്റ്റ് ചെയ്തത്? BJP. ആരാ FIR എടുത്തത്? BJP സർക്കാരിന്റെ പോലീസ്. ആരാ കോടതിയിൽ അത് കൊടുക്കുന്നത്? BJPന്റെ ഗവൺമെന്റ്. എന്നിട്ട് അത് വിടുന്ന് ജാമ്യത്തിന് പോയപ്പോ ആ ജാമ്യം നിഷേധിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽമാർ അയക്കുന്നു. എന്നിട്ട് അതിനെയും എതിർക്കുന്നു. അതിന് പുറമ് കോടതി വളപ്പിൽ നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ നാറികൾ രാജ്യത്തിന്റെ നിയമത്തെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ പ്രതിഷേധം ഉണ്ടാക്കി ജാമ്യത്തിനെതിരെ, ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത്രയൊക്കെ സത്യങ്ങൾ നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോ ഓരോരു വേട്ടാവളിയും വന്നിട്ട് പറയാ ഇതിനകത്ത് തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന കുറച്ചാൾക്കാരുണ്ട് കേരളത്തിനകത്ത്. ചോറ് തിന്നലടാ, ചോറ് തിന്ന് ബുദ്ധിയുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ മുഴുവൻ ജനങ്ങളും ചാണകം തിന്ന് ജീവിക്കുന്നത് എന്നാ കേരളത്തിനകത്തുള്ള? അങ്ങനെയാ ഈ ഈ ഈ സംഘികൾ വിചാരിക്കുന്നത്? നിങ്ങൾ ചാണകവും ഗോമൂത്രവും സേവിച്ച് നടക്കുന്നവരാന്നുള്ള കാര്യം രാജ്യത്തിലെ നല്ലവരായ മനുഷ്യർക്കറിയാം, അല്ലേ? അപ്പൊ അത് വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ ചാണകം തിന്ന് ഇതൊന്നും കാണുന്നതും കേൾക്കുന്നതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഈ ചാണകം തിന്ന് പറയുന്നതേ വിശ്വസിക്കൂ എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും മാറ്റി വെക്കും. കേട്ടാ, ഇവിടെ സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള വകതിരിവ് ഈ രാജ്യത്തുള്ള വകതിരിവുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള സംഘികളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായ? എന്നിട്ട് ഇവിടുന്ന് കുറെ BJPയിലെ കൂടാണ്ട് ഞങ്ങൾ ഇവരായിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് അങ്ങോട്ട് ആളെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ആഭ്യന്തര ചർച്ചയാ? എനിക്കറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് ആളെ വിട്ടു മതിയാ? എടാ നിങ്ങളെ ഗവൺമെന്റ് അവിടെ പിടിച്ച് കള്ളക്കേസിൽ കൊടുക്കി ഇന്ത്യ രാജ്യത്തുള്ള സ്റ്റേറ്റിനകത്ത് പോയപ്പോ 2 സ്ത്രീകളെ പിന്നെ ചർച്ചക്കങ്ങായിക്കൊണ്ട് എന്ത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച കാണിച്ചത്? ഇത് ആരോടാണ് ഇത് പറയുന്നത് ഈ വെച്ചകള്? പിന്നെ ഒരു കാര്യം ഞാൻ കേരളത്തിലെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങളോട് പറയാം. നിങ്ങൾക്ക് കോൺഗ്രസിനോടോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം സമുദായത്തോടോ കാര്യങ്ങളോ വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കമ്മ്യൂണിസ്റ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറുകിട പാർട്ടികളിലോ പോയിട്ട് നിങ്ങൾ ആ പ്രതിഷേധിച്ചോ. പക്ഷെ ദൈവത്തെ ഓർത്ത് ദയവ് ചെയ്ത് ഈ നാണം കെട്ട സംഘികള ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, ചാണകം തിന്ന് ഗോമൂത്രം സേവിച്ച് നടക്കുന്ന, ലോകവിവരം എന്താണെന്ന് പോലും അറിയാത്ത, വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഈ നാറികൾക്ക് ആരും വോട്ട് ചെയ്യാനോ അവരെ പിന്തുണക്കാനോ പോയേക്കാൻ. അങ്ങനെയെങ്കിലും നിങ്ങൾ കേരളത്തോട് ഒരു നീതി പുലർത്തും. മനസ്സിലായ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു ബോധമുള്ള ജനങ്ങൾ, വിവരമുള്ള ജനങ്ങൾ, ചിന്തിക്കാൻ കഴിവുള്ള ജനങ്ങൾ ഒരുത്തനും ഈ സംഖ്യയിലേക്ക് പോവില്ല. മനസ്സിലായോ?
കാരണം എന്താ, നമുക്കൊരു പൊളിറ്റിക്കൽ വേണം. ഞങ്ങൾ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാ? അതിനകത്ത് നന്മ ഉള്ളത് കൊണ്ടാ, അല്ലേ? നേരെ മറിച്ച് ഈ സംഘപരിവാറിനെ പോലെ വർഗീയ വിദ്വേഷം, വെറും ജാതിയും മതവും ഇതും പറഞ്ഞ് നടക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിൽക്കുമോ? നിൽക്കത്തില്ല. വേലിച്ച് കളഞ്ഞിട്ട് എങ്ങനെ വയ്ക്ക് പോകും, അല്ലേ? അപ്പൊ നമുക്ക് രാജ്യത്ത് രാഷ്ട്രീയം വേണം, അതൊക്കെ വേണം. പക്ഷെ അത് രാജ്യത്തിന് നന്മ ചെയ്യുന്നതും വികസനവുമായി കാഴ്ചപ്പാടുള്ളതും, ഇത് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ ജാതിയും മതവും മനുഷ്യരെ രണ്ട് തട്ടിലാക്കുന്ന ആ വിഭാഗത്തോട് ചേർന്ന് നിൽക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവസാനമായി പറഞ്ഞു വെക്കുക, ദയവ് ചെയ്തിട്ട് കേരളത്തില് ഈ ചാണകങ്ങൾ, ഇപ്പൊ 15 ലക്ഷം ചാണകങ്ങൾ ഉണ്ട് കേരളത്തിനകത്ത്. കഴിഞ്ഞ പിന്നെ പാർലമെന്റ് ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ 15 ലക്ഷവും ആരും, ഇനി നിങ്ങൾ എത്ര അത് വലിയ BJP-ന്റെ, എല്ലാവരും അങ്ങനെയല്ല, നല്ല ചിന്താഗതിക്കാരുമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും BJP-ക്കകത്ത് ഈ സംഘപരിവാറിനകത്തേക്ക് ഒരു മനുഷ്യൻ പോകുന്നുണ്ടെങ്കിൽ, അത് മുസ്ലിംസിൽ നിന്നും BJP-യിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആവട്ടെ, ഹിന്ദുവിൽ നിന്നോ അല്ലെ ക്രിസ്ത്യാനിയിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നവരാവട്ടെ ഉണ്ടെങ്കിൽ, പച്ച വർഗീയത മനസ്സിനകത്ത് വർഗീയതയുള്ളതിന്റെ പേരില്ല. മനസ്സിലായ? വർഗീയ വിഷം അത് ഏത് തരത്തിലാണെന്നുള്ള ആ പോയവരുടെ മനസ്സിനകത്തുള്ള കാഴ്ചപ്പാട് പോലെ ഇരിക്കും. പക്ഷെ അതിനകത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു നന്മക്ക് വേണ്ടിയല്ല. മനസ്സിലായ? മറ്റത് നന്മ ചെയ്ത ചരിത്രവും ഇല്ല. നമുക്ക് ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ 15 ലക്ഷം പേരും കേരളത്തിനകത്ത് വർഗീയ വിഷം ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട്, സംഘികളെ എതിർക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. സംഘികളെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തിന്റെ ബാധ്യതയാണ്, കടമയാണ്, നിർബന്ധിതമാണ്, ഔദാര്യമല്ല. അത് ഞങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തോടും നമ്മളെ സ്റ്റേറ്റിനോടും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയായിട്ട് സംഘപരിവാറിനെ എതിർക്കുന്നതിനെ കാണണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.